ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക് ഈസ് മനുസ്മൃതി. ഒരു സ്ത്രീ വളർന്നു വരുമ്പോൾ, ഒരു പെൺകുട്ടിയാവുമ്പോൾ, ഒരു കൊച്ചു പെൺകുട്ടിയാവുമ്പോൾ അച്ഛൻ്റെ കീഴിലും കുറച്ചുകൂടെ വലുതായി കൗമാരപ്രായത്തിൽ ഭർത്താവിൻ്റെ കീഴിലും സംരക്ഷണത്തിലും, അതുപോലെ തന്നെ വാർദ്ധക്യത്തിൽ പുത്രൻ്റെ സംരക്ഷണത്തിലും ജീവിക്കണം എന്നാണ് അതിൻ്റെ ഒരു ബേസിക് ഐഡിയോളജി. ഇത് അവസാനിക്കുന്നത് ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്ന് പറഞ്ഞാണ്. ഇന്ന് സ്ത്രീകളുടെ സ്വാതന്ത്ര്യം, വിമൻ ആർ ഈക്വൽ, ഫെമിനിസം എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിൽ നിൽക്കുകയാണ് നമ്മളെല്ലാവരും. സ്ത്രീകൾ സ്വാതന്ത്ര്യം അർഹിക്കുന്നു, അവരും ഈക്വലാണ്, അവർക്കും കഴിവുകളുണ്ട്. അവർക്ക് വീട് മാത്രം നോക്കുകയല്ല, ഭർത്താവിനെ മാത്രം നോക്കുകയല്ല, കുട്ടികളെ മാത്രം വളർത്തുകയല്ല ജോലി, കഴിവുകളുണ്ട്, അതും അവർക്ക് ബാലൻസ് ചെയ്യാം, ശക്തിയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോരാടി തുടങ്ങിയിട്ട് കുറേ കാലങ്ങളായി. പക്ഷേ അതിന് മുന്നിൽ എഴുതി വച്ചിരിക്കുന്ന ഈ ഒരു ഗ്രന്ഥത്തിൽ, ഈ ഒരു ബുക്കിൽ എത്ര പുറകോട്ട് ചിന്തിക്കുന്ന തോട്ട്സ് ആണെന്ന് ആലോചിക്കുമ്പോൾ ഇറ്റ്സ് സർപ്രൈസിങ്. സോ ഐ എം റിയലി ക്യൂരിയസ് ടു നോ നമ്മളുടെ ഇവിടെയുള്ള ഈ കണ്ടസ്റ്റൻസിന് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന്. സോ ഞങ്ങൾ ഈ വേദിയൊക്കെ വിട്ടിട്ട് നമ്മളുടെ കണ്ടസ്റ്റൻസ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇൻ എ വേൾഡ് വിച്ച് ഡിസയേഴ്സ് ഫ്രീഡം ഫോർ വിമൻ, നേച്ചറിലേക്ക് ഇറങ്ങിച്ചെന്ന് തന്നെ നമുക്ക് ഈ ഡിസ്കഷൻ തുടങ്ങാം. നമ്മുടെ എല്ലാ കണ്ടസ്റ്റൻസും ദേ ആർ ഓൾ സെറ്റ്. ഒരിക്കൽ കൂടി ഇന്നത്തെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ മനുസ്മൃതി. ഹായ്, ഇന്ന് നമ്മൾ ട്രിവാൻഡ്രം ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലെ വളരെ മനോഹരമായൊരു ലാൻഡ്സ്കേപ്പിലാണ്. നല്ല കാറ്റൊക്കെയുള്ള, ഞങ്ങളിങ്ങനെ എൻജോയ് ചെയ്തിരിക്കുകയാണ്. കോമ്പറ്റീഷൻ്റെ ആ ഒരു ടെൻഷനും ആ മാർക്കിങ്സും ഒന്നും ഇല്ലാതെ ഞങ്ങളിങ്ങനെ വളരെ ഫ്രീ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ജോളി ആയിട്ടിരുന്നപ്പോൾ നമുക്കിങ്ങനെ എന്തെങ്കിലും ചർച്ച ചെയ്യാനൊരാഗ്രഹം. അപ്പോൾ നമ്മൾ ഇന്നൊരു ചൂടേറിയ ചർച്ചയിലേക്ക് കടക്കാൻ പോവാണ്. അപ്പം ഇന്ന് നമുക്ക് മനുസ്മൃതിയെ പറ്റി ചർച്ച ചെയ്യാം അല്ലേ? അപ്പോൾ മനുസ്മൃതി എന്ന് പറയുന്നത് എന്താണ്? അത് മനു എന്ന് പറയുന്ന ഒരു വ്യക്തി, വളരെ പുരാതന കാലത്ത് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് മനു. അപ്പോൾ അദ്ദേഹം ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിലെ വളരെ പ്രസക്തമായൊരു ഗ്രന്ഥമാണ് മനുസ്മൃതി എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട 4 വരികളുണ്ട്. അത് ധനിശിക്ക് പറയാമോ? അത് ഏതൊക്കെയാണ് ആ വരികൾ? പിതാ രക്ഷതി കൗമാരെ, ഭർത്തോ രക്ഷതി യൗവനെ, പുത്രോ രക്ഷതി വാർദ്ധക്യെ, ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി. അപ്പോൾ ഈ മനു, അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്ന മനു എഴുതിയ ഈ വരികൾ ഇന്നത്തെ കാലത്തെ തലമുറയ്ക്ക്, ഇന്നത്തെ കുട്ടികൾക്ക് അത് എങ്ങനെയൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, അത് അവരെങ്ങനെ അതിനെ നോക്കിക്കാണുന്നു, എന്താണ് വിജിത ചേച്ചിയുടെ അഭിപ്രായം? ഒരിക്കലും ഇന്നത്തെ കാലത്ത് എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത വരികളാണ് ആ 4 വരികളും. പിതാവ് മാത്രമല്ല പുത്രിയെ രക്ഷിക്കുന്നത് അന്ന് ആ ഒരു 3 ലൈൻസിൽ പോലും ഒരു സ്ത്രീ ലിംഗത്തിന്റെ യാതൊരു ഇമ്പോർട്ടൻസും കൊടുക്കാതെ എഴുതിയിട്ടുണ്ട്. പിതാവല്ല, അമ്മയും ഈക്വൽ ആയിട്ട്, പ്രത്യേകിച്ച് പെൺകുട്ടികളെ നമ്മൾ അറിയാലോ, നമ്മളൊരു പെൺകുട്ടിയെ എങ്ങനെ കെയർ കൊടുത്തിട്ടാണ് വളർത്തുന്നത് എന്നുള്ളത്. പിതാവും മാതാവും ഒരേപോലെ കെയർ കൊടുക്കുന്നു, അതൊന്നും അന്ന് മെൻഷൻ ചെയ്തിട്ടില്ല. പിന്നെ ഭർത്താവ് സംരക്ഷിക്കുന്നു. ഭർത്താവ് പൈസ കൊണ്ടുവന്നിട്ടോ അല്ലെങ്കിൽ അധ്വാനിച്ച് സ്ത്രീയെ സംരക്ഷിക്കുമ്പോൾ സ്ത്രീ ഭർത്താവിന് മറ്റു തരത്തിലുള്ള കെയറുകൾ കൊടുത്ത്, അതായത് വീട് പരിപാലിച്ചിട്ടും മറ്റു കാര്യങ്ങൾ, അല്ലെങ്കിൽ വേറെ ഏത് തരത്തിലായാലും തിരിച്ചും കെയർ കൊടുക്കുന്നുണ്ട്. ഒരു കാര്യം മാത്രം ഇങ്ങനെ മെൻഷൻ ചെയ്ത് ഇങ്ങനെ പ്രത്യേകിച്ച് പറയുന്നതിൽ എനിക്ക് യോജിപ്പില്ല. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ധനിചേച്ചിയോടാണ് ചോദ്യം. എന്ന് വെച്ചാൽ മനു എന്ന് പറയുന്ന ഒരു വ്യക്തി ജീവിച്ചിരുന്നത് നമ്മുടെ ഈ സതി എന്ന് പറയുന്ന ഒരു അനാചാരം നിലനിന്നിരുന്ന ആ കാലത്താണ്. എന്ന് വെച്ചാൽ വളരെ പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്ന ആ വ്യക്തിക്ക് സ്വാതന്ത്ര്യം, ഇന്നത്തെ കാലത്ത് നമ്മൾ വിചാരിക്കുന്ന സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ വളരെ വൈഡായ ചിന്താഗതിയിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതെ, അന്നത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് കാണുന്ന പോലെ സ്ത്രീ പുറത്തേക്ക് ഇറങ്ങുക, ജോലി എടുക്കുക, അല്ലെങ്കിൽ കുടുംബത്തെ സംരക്ഷിക്കുക, അങ്ങനെയൊന്നും അവർ കേൾക്കുകയല്ല, ആലോചിക്കുകയല്ല. സ്വപ്നത്തെ പോലും സ്ത്രീകൾ പോലും കണ്ടിരുന്നുണ്ടാവില്ല. ഭർത്താവിന്റെ പേര് വരെ ഉച്ചരിക്കാൻ പഠിച്ചിരുന്ന സ്ത്രീകള് ജീവിച്ചിരുന്ന ഒരു സമൂഹത്തിൽ എഴുതപ്പെട്ട ഒരു ഗ്രന്ഥമാണ് മനുസ്മൃതി. അതിന്റെ ഇപ്പോഴത്തെ പ്രായോഗികതയെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിൽ നമുക്ക് അതിനൊരു പ്രശ്നമുണ്ട്. അന്നത്തെ കാലത്ത് അതെ, അന്നത്തെ കാലത്തെ സാഹചര്യം വെച്ചിട്ടാണ് ആൾ എഴുതിയത്. അന്നത്തെ ജീവിത രീതി, അന്നത്തെ സമൂഹ രീതി വെച്ചിട്ടാണ് ആൾ അന്ന് എഴുതിയത്. അതിപ്പോഴും ഫോളോ ചെയ്യുമ്പോഴാണ് അതിന്റെ ഒരു പ്രശ്നം നമുക്കിപ്പോ സമൂഹത്തിൽ വരുന്നത്. അതിനകത്തും നമുക്ക് പ്രൊട്ടക്ഷന് ഒരിക്കലും ഫ്രീഡം ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഇല്ല, ഞാൻ പറഞ്ഞത് സ്വാതന്ത്ര്യം അർഹതി ആള് പറഞ്ഞതിന്റെ അന്നത്തെ സാഹചര്യമാണ് പറയണേ, ഇന്നത്തെ അല്ല. ആണെങ്കിൽ പോലും നമുക്കൊരു പ്രൊട്ടക്ഷൻ എന്തായാലും വേണം. നമ്മൾ എത്രയൊക്കെ ഡിബേറ്റ് ചെയ്താലും ഇതൊരു ഫാക്ട് ആണ്. ഇത് ഇപ്പം നമ്മൾ സംസാരിച്ചാലും ഈ ക്യാമറയ്ക്ക് പിന്നിൽ പോയിട്ട് നമ്മൾ തന്നെ ഒരു ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ട് ആണ് ദാറ്റ് വി നീഡ് പ്രൊട്ടക്ഷൻ. അപ്പൊ ചേച്ചി, ഈ ഇടയ്ക്ക് നമ്മുടെ ഗൗരിയമ്മ പറഞ്ഞു മനുസ്മൃതി കത്തിച്ച് കളയണമെന്ന്. അങ്ങനെ പറയുന്നോണ്ട് ശരിയാണോ? ആ ഒരു അഭിപ്രായത്തോട്ട് ആരെങ്കിലും യോജിക്കുന്നുണ്ടോ? സച്ചിൻ ചേച്ചിയുടെ? ഇല്ല, മനുസ്മൃതി കത്തിച്ച് കളഞ്ഞുകൊണ്ട് കാര്യമില്ല. അതിപ്പോൾ ആൾക്കാരെല്ലാവരും പഠിച്ചു കഴിഞ്ഞല്ലോ. പഠിച്ച ആൾക്കാരെല്ലാവരും കത്തിക്കുക എന്നുള്ളത് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ആൾക്കാർ ആ ഒരു കാഴ്ചപ്പാട് മാറ്റേണ്ടിയിരിക്കുന്നു.
കാഴ്ചപ്പാട് മാറ്റുകയെന്ന് വെച്ചാൽ ഭർത്താവിനെ കയറി നാളെ തൊട്ട് എടോ എന്ന് വിളിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. നേരത്തെ പേര് വിളിക്കാൻ പറ്റില്ല എന്നെന്തോ, പേര് പറയാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ഏയ് എന്നൊക്കെ വിളിക്കുന്നതിന് വരെ നാളെ തൊട്ട് എടോ ആടോ എന്ന് വിളിക്കണമെന്നല്ല. പക്ഷേ സ്ത്രീകൾക്ക് ഇങ്ങനെ പ്രൊട്ടക്ഷൻ ചെയ്യരുത്, ചെയ്യരുത്. ഇത് പണയ വസ്തു ഒന്നുമല്ലല്ലോ, പൂട്ടി ഇങ്ങനെ പെരയിൽ വെക്കാനായിട്ട് പണയ വസ്തു ഒന്നുമല്ലല്ലോ. കുറച്ചൊക്കെ ഒന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ പ്രൊട്ടക്ഷന്റെ കാര്യം പറയുമ്പോൾ പ്രൊട്ടക്ഷന് കാരണമുണ്ടാക്കുന്നത് ഈ പുരുഷന്മാർ അതിലൊരു പങ്ക് വഹിക്കുന്നുണ്ട്. എല്ലാവരും എല്ലാം ഞാൻ പറഞ്ഞ ഒരു വിഭാഗം, കുറച്ച് വിഭാഗം ആൾക്കാരുടെ പ്രതികരണങ്ങളിൽ അല്ലെങ്കിൽ ഒരു സമീപനമാണ് ഈ പെണ്ണുങ്ങളെ പ്രൊട്ടക്ട് ചെയ്തില്ലെങ്കിൽ അവർക്ക് പ്രശ്നമാണ് എന്നുള്ള ചിന്താഗതി ഇപ്പോഴും നിലനിൽക്കാൻ പ്രശ്നം. അതെനിക്ക് തോന്നുന്നു കുറെയൊക്കെ ഈ അമ്മമാരും കൂടി നീ അവിടെ പോരുത് ഇവിടെ പോരുത്. അപ്പൊ ഈ എന്താ പറയാ, ആൺകുട്ടികൾക്കൊരു ചിന്തയാണ് ഇത് എന്താണ് ഈ നടക്കുന്നതെന്ന് അറിയാനുള്ള ഒരു ജിജ്ഞാസ. അത് വീട്ടിൽ തന്നെ സ്ത്രീകളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നുണ്ട് അല്ലേ? കറിക്ക് ഉപ്പൂടുന്നത് അവിടെ തൊട്ട് തന്നെ തുടങ്ങും. ആ കറി മുഴുവൻ അമ്മ തിന്നേണ്ടി വരും, വേറെ ആരും അക്കറെ തിരിഞ്ഞു നോക്കില്ല. അച്ഛനൊരിക്കലും അക്കറെ തിന്നു തീർക്കാൻ വരില്ല. അപ്പോൾ കീർത്തി ചേച്ചി, എനിക്ക് ചോദിക്കാനുള്ളത്, ഇന്നത്തെ സാഹചര്യത്തിൽ സ്ത്രീകളെ ഒത്തിരി അടിച്ചമർത്തുന്നതായിട്ട് കീർത്തി ചേച്ചിക്ക് എങ്ങനെയല്ലോ ഫീൽ ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെ അടിച്ചമർത്തതായിട്ട് എനിക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. കാരണം അങ്ങനെ അടിച്ചമർത്തപ്പെട്ട സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മളെല്ലാവരും ഇവിടെ ഇങ്ങനെ ഇരിക്കില്ല. എന്നുവെച്ചാൽ ഓൾമോസ്റ്റ് ഇപ്പോൾ സൊസൈറ്റിയിലെ പലവർക്കും ഇപ്പോൾ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്, കാരണം സ്ത്രീകളും പുരുഷന്മാരും ഒരേ ലെവലിൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന്. അങ്ങനെ പറയുമ്പോൾ നമുക്ക് സ്ത്രീയും പുരുഷനും തുല്യരാന്ന് പറയാൻ പറ്റുമോ ജിനി ചേച്ചി? പറച്ചിലിൽ തുല്യതയ്ക്ക് കുറവൊന്നുമില്ല. എല്ലാവരും പറയുന്നത് തുല്യത ഉണ്ട് എന്നൊക്കെയാണ്, പക്ഷേ അത് പ്രായോഗികമായിട്ട് വരുമ്പോൾ അത് നടക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ടീൻ ചേച്ചിക്ക് തോന്നുന്നുണ്ടോ പുരുഷനോളം സ്ത്രീ എത്തുന്നില്ല എന്നൊരു സംശയം തോന്നുന്നുണ്ടോ? അതൊരിക്കലുമില്ല. സ്ത്രീയോളം പുരുഷൻ എത്തുന്നുണ്ടോ എന്നതാണ് ചോദിക്കേണ്ടത് ചോദ്യം. അപ്പോ ശീതളിന് എന്താണ് അഭിപ്രായം? എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇതൊക്കെ നമ്മൾ ഓരോരുത്തരെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് പോലെയാണ്. ഇപ്പം മനുസ്മൃതി കത്തിച്ചു കളയണമെന്ന് പറഞ്ഞ് ഇപ്പൊ സജന പറഞ്ഞ പോലെ അതിപ്പോ എല്ലാവരിലേക്കും കൺവേഡ് ആയി. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, എനിക്ക് തോന്നുന്നു സ്ത്രീകള് ഒരിക്കലും അടിച്ചമർത്തപ്പെടുകയല്ല, അവർ അടിച്ചമർത്തപ്പെടാൻ നിന്നു കൊടുക്കുകയാ ചെയ്യുന്നത്. അല്ലെങ്കിൽ പുരുഷന്മാരെ കൊണ്ട് ഇങ്ങനെ ഒരു ഇത് പുരുഷന്മാർക്ക് സപ്പോർട്ട് ആയതുകൊണ്ട് അവർ ഇവിടം വരെ എത്തിച്ചു. എന്തുകൊണ്ട് സ്ത്രീകൾക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഒത്തിരി മഹർഷിമാരും ഋഷിമാരും ഒക്കെ എഴുതിയിട്ടുണ്ട്. അതൊന്നും ഇവിടം വരെ എത്തിയില്ല. അത് നമ്മുടെ കഴിവുകേടാണ്. അല്ലാതെ നമ്മളുടെ ഒരു നെഗറ്റീവ് കാണിച്ച് അത് അവര് അങ്ങനെ ചെയ്തത് കൊണ്ട് നമുക്കിപ്പോൾ സ്വാതന്ത്ര്യം ഇല്ല എന്നുള്ളതല്ല. അവരങ്ങനെ പറഞ്ഞപ്പോൾ നമ്മൾ അതിന്റെ കൂടെ നിന്ന് കൈകൊട്ടി. അതുകൊണ്ട് മാത്രമാണെന്നാണ് എന്റെ അഭിപ്രായം. നമ്മളുടെ ഒരു തെറ്റുകൊണ്ടാണ് ഇന്നും ഇത് ഇവിടെ നിലനിൽക്കുന്നതെന്നാണ് എന്റെ അഭിപ്രായം. അമൃത, ഈ സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകളെ കുറച്ച് താഴ്ന്ന് കാണുന്നത് എന്ന് തോന്നുന്നുണ്ടോ അമൃതയ്ക്ക്? ഇല്ല, അദ്ദേഹം ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഇപ്പോൾ പുരുഷന്മാർ അടിച്ചമർത്തപ്പെടുന്നു എന്ന് പറയുമ്പോൾ അതൊരു വിഭാഗം മാത്രമാണ്, എല്ലാ പുരുഷന്മാരും അങ്ങനെയല്ല. അതുപോലെ തന്നെ സ്ത്രീകളുടെ കാര്യം പറയുമ്പോഴും എല്ലാ സ്ത്രീകളും അടിച്ചമർത്തപ്പെടുന്നവരോ അല്ലെങ്കിൽ എന്താ ഓപ്പോസിറ്റ് സെക്സിനെ അടിച്ചമർത്തപ്പെടുന്നവരോ ഒന്നും അല്ല. ഇപ്പോൾ മനുഷ്യൻ്റെ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ദേവു തന്നെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു, നമുക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായ ചിന്താഗതികളാണ്, അഭിപ്രായങ്ങളാണ്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വം അത് ആരംഭിക്കുന്നത് വീട്ടിൽ നിന്നാണ്. അതിനുശേഷം അവൻ പഠിക്കുന്ന സ്ഥലത്തു നിന്നാണ്, അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്നുള്ള ഒരുപാട് ഇൻഫ്ലുവൻസ് ആണ് ഒരു വ്യക്തിയെ വ്യക്തിയാക്കി തന്നെ മാറ്റുന്നത്, ഒരു ഇൻഡിവിജ്വൽ ആക്കി മാറ്റുന്നത്. അപ്പോൾ ചിലരിൽ ചില വൈകല്യങ്ങൾ ഉണ്ടാകാം, അങ്ങനെ ഉള്ളവരാണ്. അല്ല, ഞാൻ ചോദിച്ചതെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ അടുത്ത് പറയാണ് അങ്ങനെ പോരുത് ഇങ്ങനെ പോരുത്, വീട്ടിൽ തന്നെ ചില റെസ്ട്രിക്ഷൻസ് ആണ്, നമ്മൾ രാത്രി സഞ്ചരിക്കരുത്. അങ്ങനെ ഈ സ്ത്രീകൾ തന്നെ എന്ന് വെച്ചാൽ നമുക്കും പുരുഷന്മാരെ പോലെ യാത്ര ചെയ്താൽ എന്താ കുഴപ്പം, അങ്ങനെ ഒരു കുഴപ്പവും നമുക്ക് ഉണ്ടാവില്ല. പക്ഷെ നമ്മളെ സ്ത്രീകൾ തന്നെ പേടിപ്പിച്ച് നിർത്തുന്നു. അതിന് എതിരെ എന്താണ് പറയാനുള്ളത്? എൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് സ്വാതന്ത്ര്യമില്ല നമ്മൾ പറയുമ്പോൾ നമുക്ക് എന്തിനൊക്കെ സ്വാതന്ത്ര്യം വേണമെന്ന് നാം തന്നെയാണ് ചിന്തിച്ചെടുക്കേണ്ടത്. നമുക്കൊരു ഫാമിലി ലൈഫിലേക്ക് ചെല്ലുമ്പം നമുക്ക് ഒരു ജെൻഡറിനെയും അങ്ങനെ താഴ്ത്തിയ ഒരു ജെൻഡറിനെ ഒരു പടി മേളിൽ കാണാൻ പറ്റത്തില്ല. എല്ലാവർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം പണ്ട് ഉള്ളവർ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു സ്ത്രീ ശബ്ദം ഉയർന്ന വീട്ടിൽ സ്വസ്ഥത ഉണ്ടാവില്ല എന്ന്. അതിനോട് എത്ര പേർക്ക് യോജിക്കാം? അല്ലെങ്കിൽ എനിക്ക് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ സ്ത്രീ ശബ്ദം ഉയർത്തേണ്ട സമയത്താണെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് അതാണ് പറയുന്നത്. അല്ലാത്ത കാര്യങ്ങളാണ് ഉയർത്തേണ്ട സമയം എന്ന് വരുമ്പോ തന്നെ അതിലൊരു ലിമിറ്റേഷൻ പറഞ്ഞത്. നമ്മള് കലഹം ഉണ്ടാക്കുന്നവർക്ക് കലഹം ഉണ്ടാക്കാനേ നേരം ഉണ്ടാവുള്ളൂ, ആവശ്യമുള്ള സമയത്ത്.
അത് തന്നെ ആ ആ സമയം ഇനി അവിടെ തന്നെ അറിയാമല്ലോ. ഉണ്ടാവാതിരിക്കണമെങ്കിൽ ആ സമയത്ത് കറക്റ്റ് ആയിട്ട് നമ്മൾ ശബ്ദം ഉയർത്തിയിരിക്കണം. അതാ അല്ലെങ്കിൽ പറഞ്ഞത് ആ അവിടെ situation തന്നെ ഒരു വീണ്ടും repeat ലിമിറ്റേഷൻ. അല്ല വേർതിരിവെന്തിനാണ് അത് വരുത്തുന്നത്? കുടുംബം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സെറ്റപ്പ് ഒരു വേറെയാണ്. അത് നമ്മൾ വേറൊരു ലെവലിൽ ചിന്തിക്കണം. അത് നമ്മളിപ്പോ സ്വാതന്ത്ര്യം, പുറത്തിറങ്ങാനുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്ന പോലെ ഒരു കുടുംബത്തിലെ ചട്ടക്കൂടം എന്ന് കാണുമ്പോൾ അത് വ്യത്യസ്തമാണ്. നമ്മൾ ഇന്ത്യൻ കൾച്ചറിൽ ജീവിക്കുമ്പോൾ ഇന്ത്യൻ കൾച്ചർ കേരള കൾച്ചർ ഓൾമോസ്റ്റ് സെയിം ആണ്. നമുക്ക് കുടുംബം എന്ന് പറഞ്ഞാൽ നമ്മുടെ നല്ല ചില പറഞ്ഞു കേട്ട് പാശ്ചാത്യ രാജ്യങ്ങളുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഫാമിലി കൾച്ചർ. അതിൽ ബഹുമാനിക്കേണ്ടവർ ബഹുമാനിക്കണം, മിണ്ടാണ്ടിരിക്കേണ്ടടുത്ത് മിണ്ടാണ്ടിരിക്കണം. അതൊരു അടിച്ചമർത്തലോ സ്വാതന്ത്ര്യക്കുറവോ അല്ല. അത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ കഴിവാണ് കാണിക്കുന്നത്. ധന്യേച്ചിയുടെ കൂടെ ഞാൻ നിൽക്കുന്നുണ്ട് ആ പോയിന്റിൽ ഞാൻ നിൽക്കുന്നുണ്ട്. റെസ്പെക്ട് ചെയ്യേണ്ടടുത്ത് തീർച്ചയായിട്ടും റെസ്പെക്ട് ചെയ്യണം. പക്ഷേ അനീതി അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള എന്തെങ്കിലും സംഭവം ഉണ്ടാവുമ്പോൾ അവിടെ എല്ലാവരും അവിടെ ഒരു സ്ത്രീക്ക് അത് തോന്നിയാൽ മനസ്സിൽ അങ്ങനെ എതിർക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ദേ ഹാവ് ടു കം ഫോർവേഡ്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് നോക്കാം. ഈ കഴിഞ്ഞ ഇടയ്ക്ക് റീസെൻ്റ്ലി ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ഗവൺമെൻറ് ലോ കോളേജിലെ ഒരു കുട്ടിയെ അവിടുത്തെ പ്രധാന അധ്യാപകൻ പീഡിപ്പിച്ചു. അത് ആ ന്യൂസ് പുറത്തു വന്നത് എപ്പോഴാണെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതായത് ആ കുട്ടിക്ക് എന്തോ റാങ്ക് എല്ലാം ഓഫർ ചെയ്തിരുന്നു. അവസാനം റാങ്ക് കിട്ടില്ലെന്നായപ്പോഴാണ് ഈ കുട്ടി വെളിപ്പെടുത്തലുമായിട്ട് പുറത്തു വരുന്നത്. അതിനോടൊപ്പം തന്നെ ആ കുട്ടി പറയുന്നത് എൻ്റെ സുഹൃത്തുക്കൾക്ക് ഒരുപാട് പേർക്ക് ഇത് നേരിടേണ്ടി വന്നു, അവരാരും മിണ്ടിയിട്ടില്ല ഈ കാര്യം. പക്ഷെ അത് അനുഭവിച്ചുകൊണ്ടിരുന്നപ്പോഴോ അത് അയാൾ സ്റ്റാർട്ട് ചെയ്തപ്പോഴോ ഇവരൊന്നും മിണ്ടിയിരുന്നെങ്കിൽ, ഇവരൊന്നും പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും വിപത്തുകൾ സംഭവിക്കില്ലായിരുന്നു. എന്താ നീ പറയുന്നത്? അല്ല, അതപ്പോ റാങ്ക് കിട്ടില്ലെന്നായപ്പോഴാണ് അവർക്കത് ആ ഒരു ഇതായത്. അപ്പൊ അത് നമ്മളൊന്ന് ഓർക്കണം. ഈ അവസരത്തിലും സ്ത്രീകള് പലപ്പോഴും അത് കണ്ണടച്ച് കാണുന്നുണ്ട്. കണ്ണടക്കില്ല, നമ്മളൊരു നേട്ടത്തിന് വേണ്ടിയിട്ട് പലപ്പോഴും നമുക്ക് കിട്ടിയിട്ടുള്ള പല പോസിറ്റീവ്സും നമ്മൾ അതിനു വേണ്ടി ഉപയോഗിച്ച് നമ്മുടെ ആവശ്യം നടക്കില്ല എന്ന് കാണുമ്പോൾ നമ്മൾ എടുത്തു പൊക്കി സ്വാതന്ത്ര്യം അടിച്ചമർത്തലിന് ഉപയോഗിക്കുമ്പോഴാണ് ആ ഇഷ്യൂ വന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ ചൂടേറിയ ചർച്ചയിലാണ് കടന്നത്. അപ്പം എല്ലാവർക്കും ഓരോരുത്തരുടേതായ ഓരോരോ വ്യൂസാണ്, വളരെ നല്ല ഷാർപ്പായ വ്യൂസാണ് ഓരോരുത്തർക്കും ഉള്ളത്. അപ്പം നമ്മൾ ആ പഴയ കാലത്ത് മനു പറഞ്ഞതിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ ഇന്ന് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരുപാട് വൈഡായ ചിന്താഗതിയുള്ള ആൾക്കാരാണ് ഇന്നത്തെ സമൂഹത്തിൽ. സ്വാതന്ത്ര്യം എന്ന വാക്കിന് തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുന്നു. അന്നത്തെ ഒരു ചിന്താഗതിയല്ല ഇന്നത്തെ ആൾക്കാർക്കുള്ള ചിന്താഗതി. അപ്പോൾ ഒരിക്കലും സ്ത്രീകൾ മറ്റുള്ളവരാൽ സംരക്ഷിക്കപ്പെടേണ്ടവളല്ല. അങ്ങോട്ടുള്ള കെയറിങ് ഇങ്ങോട്ടും ഉണ്ട്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു സ്നേഹമാണ് വേണ്ടത്, അല്ലാതെ ഒരിക്കലും ഒരാളെ സംരക്ഷിക്കുക എന്നല്ല വേണ്ടത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഒരിക്കലും സ്ത്രീ അടിച്ചമർത്തപ്പെടേണ്ടവളല്ല, അവൾ സ്വതന്ത്രയാണ്. ഓരോരുത്തർക്കും അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. അതിന് ഇന്ന ആൾ സംരക്ഷിക്കണം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓരോരുത്തർക്കും അവരുടേതായ വ്യൂസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് മുന്നോട്ട് പോവുക. പുരുഷന്മാര് സ്ത്രീകളുടെ ഉന്നമനത്തിനായി പ്രയത്നിക്കുന്നതിന്റെ ഏറ്റവും എന്താ പറയുക, അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മുടെ ഈ ഷോ. കാരണം മദനൻ സാർ, നമ്മുടെ പ്രൊഡ്യൂസർ, സാറിന്റെ ആ ഒരു ഇതില് സാറാണ് ഇത്രയും നമ്മൾ സ്ത്രീകളെ 21 സ്ത്രീകളെ ഈ വനിതാരത്നത്തിലൂടെ കോൺഫിഡന്റ് ആണെന്നും അവർക്ക് അതിനുള്ള കഴിവുണ്ടെന്ന് തെളിയിച്ചത്. അപ്പോൾ ഒരു വിഭാഗം പുരുഷന്മാർ തയ്യാറാണ് സ്ത്രീകളെ അംഗീകരിക്കാനും അവരെ ഉയർത്തിക്കൊണ്ടുവരാനും. അവരെ എന്നും നമ്മൾ അഭിനന്ദിക്കുക ചെയ്യണം.